അല്ല, ഒരുപാട് ഹാപ്പിയാണ്. നമ്മൾ ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് എപ്പോഴും കിട്ടുന്നൊരു ഭാഗ്യമല്ല. അതും ഇങ്ങനത്തെ ഒരു സിനിമയിൽ നമുക്ക് എപ്പോഴും അവസരം കിട്ടില്ല. അപ്പോൾ അത് വേണ്ട രീതിയിൽ നമ്മളെല്ലാവരും എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും, ഞാനെന്നുള്ളതല്ല, മൊത്തം ടെക്നിക്കൽ ക്രൂ എല്ലാവരും. അപ്പോൾ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി നിങ്ങൾ കണ്ടിട്ട് ആണോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണോ പറയുന്നത്? ഓക്കെ, താങ്ക് യു. നിങ്ങൾ കാണും, ഇനി നിങ്ങൾ കണ്ടിട്ട് പറയാം കേട്ടോ. ശരി, പോകട്ടെ. അതെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഒരുപാട് ഹൈപ്പ് നിങ്ങൾക്ക് നേരത്തെ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എല്ലാ മേഖലയിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു ബെസ്റ്റ് വർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ അത് അറിഞ്ഞ് അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും ചെയ്യുക. താങ്ക് യു. അടിപൊളിയായിരുന്നു. അതാണ് എന്നെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. കാര്യം എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു ടീമാണ്. കാരണം കിഷ്കിന്ത പോലത്തെ ഒരു പടം ചെയ്ത് വെച്ചേക്കുന്നുള്ളവരില്ല. അപ്പോൾ അത് ഹാപ്പിയായിട്ട് നമ്മളെല്ലാവരും ചെയ്തു. ഞാൻ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. മലയാള സിനിമയിലൊരു സീനിയർ ആൾക്കാരുടെ കൂടെയാണല്ലോ വർക്ക് ചെയ്തത്. അവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ വിനീതേട്ടനാണെങ്കിലും നല്ല ബ്ലെസ്സിങ് ആണ്. നമുക്ക് എല്ലാ ഡേയും ലേണിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് എല്ലാവരുടെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിപ്പം ഷൂട്ടിൻ്റെ ബ്രേക്ക് വരുന്ന സമയത്തൊക്കെ നമ്മൾ പല കാര്യങ്ങൾ സംസാരിക്കുക, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഗ്രോത്താണ്. ഈ സിനിമ മൊത്തം കൂടെ അഭിനയിച്ച എല്ലാവരും അങ്ങനത്തെ ആൾക്കാരായതുകൊണ്ട് ഡെഫിനറ്റ്ലി ആസ് ആൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എന്താ പറയുക, ഒരു സെറ്റായിരുന്നു എനിക്ക് എക്കോ എന്ന് പറയുന്നത്. ഇത് നോർമൽ മൂവി അല്ലല്ലോ, ഒരു കാർഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് എന്ത് തോന്നുന്നു? ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല. അത് നിങ്ങൾ സിനിമ കാണുന്നതിനെ അത് ബാധിക്കരുത്, അതുകൊണ്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ട് ഇനി ബാക്കി പറയാം കേട്ടോ. സന്ദീപിൻ്റെ വളർച്ച എല്ലാവരും വളരെ നോക്കി കാണുന്നത്. അപ്പോൾ ഈ സിനിമ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ്, ഇഷ്ടപ്പെടുന്ന ടീം, അങ്ങനെ എല്ലാം കൂടെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു കാര്യം. എന്തായാലും സിനിമ എല്ലാവരും കാണും, എല്ലാവരും കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയാം കേട്ടോ. മെസ്സേജൊക്കെ അയക്കാം കേട്ടോ. ശരി, താങ്ക് യു സോ മച്ച്.